ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ വിവിധ ഭാഗങ്ങളിലായി വിവിധ സൂറത്തുകളിലായി നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായ സംഭവം. ഇബ്ലീസ്, മൽഊനായ ഇബ്ലീസിന്റെ സംഭവം. അതിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത്. മറ്റു പലയിടത്തും അത് വിഷയം പറയുന്നുണ്ടെങ്കിലും ഈ ശൈലിയിലല്ല. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചത് ഒരു പ്രത്യേക രൂപത്തിലാണ്. ആദ്യമായി ആ വിഷയം പറയുകയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭൂമിയിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നവരാണ് അല്ലാഹുവിന്റെ ഖലീഫമാർ. ഖലീഫ എന്ന് പറഞ്ഞാൽ മൻ യനൂബു മനാബൽ മുസ്തഖലിഫ്. ആരാണോ അവരെ പകരമാക്കുന്നത്, ആരാണോ അവരെ ഖലീഫയാക്കുന്നത്, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഖലീഫമാർ. ഒരു ഖതീബ് അദ്ദേഹത്തിന് പള്ളിയിൽ വരാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരാളെ പകരമാക്കിയാൽ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വരുന്ന ആള് കൃത്യമായി അത് നിർവഹിക്കണം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആവശ്യകത, അതിന്റെ ഗൗരവം പണ്ഡിതന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്നത് ഖാലിഖുൻ ഖലീഫ എന്നല്ല, ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്നാണ്. ഖൽഖ് വേറെയാണ്, ജഅല് വേറെയാണ്. ഖൽഖ് സൃഷ്ടിപ്പാണ്, ജഅല് നിയോഗമാണ്. ഐ മുസയ്യിറുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ആളുകൾ, അവരെ ഇവിടെ നിയോഗിക്കലാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. ഐ മുസയ്യിറുൻ ഫിൽ അർളി ഖലീഫ വൽ ഖലീഫതു മൻ യഖ്ലുഫു ഗൈറഹു വയനൂബു മനാബഹ. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ആരുടെ ഖലീഫയാണോ അയാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അയാളെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാണ് ഖലീഫയുടെ അർത്ഥം. അല്ലാഹുവിന്റെ ഖലീഫമാർ ചിലപ്പോൾ മഹാന്മാർ പറയുന്നുണ്ട് ഫഹുവ ഖലീഫത്തുല്ലാഹി ഫീ കൗനിഹി മുൽക്കിഹി വ മലകൂതിഹി. അല്ലാഹുവിന്റെ ഖലീഫമാർ ചിലപ്പോൾ ഭൗതിക ലോകത്ത് മാത്രം ഖലീഫമാരാകും, ചിലപ്പോൾ മുൽക്കിലും മലകൂത്തിലുമാകും. ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും അല്ലാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നവരാകും. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മലകൂത്തിലെ ഖലീഫയായിരുന്നു. ഖിയാമത്ത് നാൾ വരെ അവർ മലക്കൂത്തിലെ ഖലീഫയാണ്. അവരും അവരെ പ്രതിനിധീകരിക്കുന്നവരും. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്യല്ല. ഖലീഫക്ക് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുറാദുകൾ എന്താണെന്ന് നോക്കിക്കണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഖലീഫമാർ. ആ ഖലീഫമാര് അവര് മലക്കൂത്തിലെ ഖലീഫയാകുമ്പോൾ മലക്കൂത്തിൽ മാത്രം അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ മറ്റു ചിലർ മുൽക്കിലെ ഖലീഫമാരാകും, മറ്റു ചിലർ മുൽക്കിലും മലക്കൂത്തിലും ഖലീഫമാരാകും. ഈ വിധത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആ വിഷയത്തെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഖർനൈനിന്റെ ചരിത്രം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പലരുടേതും പഠിപ്പിക്കുന്നുണ്ട്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. ദാവൂദ് നബിയെ, നിങ്ങളെ ഞാൻ ഭൂമിയിലെ എന്റെ ഖലീഫയാക്കിയിരിക്കുന്നു. ഫഹ്കും, എന്നെ പ്രതിനിധീകരിച്ച് ഭൂമിയിൽ ഹുക്ം നടപ്പിലാക്കേണ്ടവർ നിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത് വളരെ കൃത്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഖലീഫ വേണ്ടി വന്നത്? അള്ളാഹുവിന് ഈ ലോകത്ത് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധ്യമല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു ഖലീഫ ആവശ്യമായത് എന്ന വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്.
അത് അല്ലാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, ഈ ഭൂമിക്ക്, ഭൗതിക ലോകത്തിന് അത് നേരിട്ട് സ്വീകരിക്കാനുള്ള കെലിപ്പില്ലാത്തത് കൊണ്ടാണ്. ആരിലാണോ അള്ളാഹു ഖലീഫമാരെ നിശ്ചയിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയയിൽ നിന്ന് നേരിട്ട് അവാമിറുകളെ സ്വീകരിക്കാനുള്ള കെലിപ്പ്, അതിനുള്ള പ്രാപ്തി, അതിനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിനില്ലാത്തത് കൊണ്ടാണ് അതിന് കഴിവുള്ള വസീല ഇവിടെ ആവശ്യമാവുന്നത്, അതിന് പ്രാപ്തിയുള്ള ഖലീഫമാർ ഇവിടെ ആവശ്യമാവുന്നത് എന്ന്. ഈ യാഥാർത്ഥ്യം പണ്ഡിതന്മാർക്ക് മനസ്സിലാവാൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹിജാബുഹുൻ നൂർ, അല്ലാഹുവിന്റെ ഹിജാബ് നൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിജാബ് നൂറാണ്. എന്തൊരു അത്ഭുതമാണ്! നൂറ് ഹിജാബാകുന്നു. നൂറ് യഥാർത്ഥത്തിൽ ലാഹിറും മുൽഹിറുമാണ്. പണ്ഡിതന്മാരത് ചർച്ച ചെയ്യുന്നുണ്ട്. നൂറിനെ നമുക്ക് കാണാൻ കഴിയും, നൂറ് കൊണ്ടും കാണാൻ കഴിയും. നൂറുണ്ടെങ്കിലേ ലോകത്ത് കാണാൻ സാധ്യമാവുകയുള്ളൂ. നൂറ് ലാഹിറുമാണ്, മുൽഹിറുമാണ്. എന്നാൽ ഖാലിഖിന്റെ ഹക്കിൽ, ഖദീമായ റബ്ബിന്റെ ഹക്കിൽ, അവന്റെ ജനാബിൽ നൂറ് ഹിജാബാണ്. ഹിജാബുഹുൻ നൂർ, അത് അത്തരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക തരം ഒളിവാണ്. നമ്മളതിന് പഴയ കാലത്ത് ഒളിവ് എന്നാണ് അർത്ഥം വെക്കാറ്. നമ്മളിപ്പോൾ കാണുന്ന നൂറിനോടൊന്നും അതിനെ ഖിയാസാക്കാൻ പറ്റുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ കശഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങാനും ആ ഹിജാബിനെ നീക്കിയാൽ, നിങ്ങൾ ആലോചിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിജാബ് അങ്ങാനും നീക്കിയാൽ, ലാഹിറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹിജാബ് നീക്കിയാൽ നേരിട്ട് പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലി ഉണ്ടായാൽ, ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതാപത്തിന്റെ പ്രഭാകിരണങ്ങൾ കരിച്ചു കളയും, മൻതഹാ ഇലൈഹി ബസറു, സകല വസ്തുക്കളെയും കരിച്ചു കളയും. അതാണ് ഞാൻ പറഞ്ഞത്, തഫ്സീർ അബൂ സഊദ് അടക്കം പറഞ്ഞത്, ലിഖുസൂരിൽ മുസ്തഖ്ലഫി ഫീഹിം, മുസ്തഖ്ലഫ ഫീഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലി സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹുവിന്റെ കാര്യങ്ങൾ, ഹുക്മുകൾ നടപ്പിലാക്കാൻ ഒരു ഖലീഫയുടെ ആവശ്യമാണ്. ഈ ലോകത്ത് ആവശ്യമാണ്. ഈ ലോകം കുറെ വളരേണ്ടതുണ്ട്, പുരോഗമിക്കേണ്ടതുണ്ട്. അതാണ് വഇദ് ഖാല റബ്ബുക എന്ന് റബ്ബ് തർബിയത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ആ റബ്ബിനെ റസൂലിലേക്ക് ഇളാഫത്ത് ചെയ്യാനുള്ള കാരണം വഇദ് ഖാല റബ്ബുക എന്നാ പറഞ്ഞത്. വഇദ് ഖാല റബ്ബു ആദമ അല്ല, ഇവിടെ സൃഷ്ടിക്കുന്നത് ആദമിനെയാണ് അലൈഹിസ്സലാം. എന്നിട്ടും പറഞ്ഞത് വഇദ് ഖാല റബ്ബുക എന്നാണ്. ഹഖീഖത്തൻ അസാലത്തൻ ഖലീഫ അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഇളാഫത്ത് നബിയിലേക്കായത് എന്നും മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അവരുടെ നായിബീങ്ങളാണ് മറ്റ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ. റസൂലുള്ള വരാനുള്ള തൗത്തിയത്തായും കൊണ്ട്, അതിന്റെ മുന്നോടിയായും കൊണ്ട്, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ള ഖലീഫമാർ ഇവിടെ വന്നത്. അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നായിബീങ്ങളായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഭൂമിയിൽ നിയമിക്കലാണ് അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള കാലത്തോളം ഈ ഖലീഫമാർ ഇവിടെ ഉണ്ടാകും. ഹഖീഖിയായ അടിസ്ഥാനപരമായ ഖലീഫമാർ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഖലീഫമാർ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്കും
നിങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു, അവർ പണിയെടുത്തിട്ട് ഇവിടെ ഖിലാഫത്ത് ഉണ്ടാകും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് അയജ്അലുഹും ഖുലഫാ. മുൻഗാമികളായ അമ്പിയാക്കളെയും മഹാന്മാരെയും അള്ളാഹുവിന്റെ ഖലീഫമാരാക്കിയതുപോലെ അള്ളാഹു നിങ്ങളിൽ നിന്നും ഖലീഫമാരെ ഇവിടെ നിയോഗിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഇത് പണ്ഡിതന്മാരുടെ സമ്മേളനമായതുകൊണ്ട് പണ്ഡിതന്മാർ ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, അതിന്റെ നെളുമ്, അതിന്റെ വരികൾക്കിടയിലൂടെ പലതും പറയുന്നുണ്ട്. അതാണ് ഖുർആനിന്റെ ഹഖായിഖുകൾ, അസ്റാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നത്? ഈ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളുകളെ എന്തിനാണ് നിയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എങ്ങനെയാണ് ഭൂമിയിൽ ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, ഈ മനുഷ്യന്മാര് രക്തച്ചൊരിച്ചിലുണ്ടാക്കും എന്നൊക്കെ എങ്ങനെയാണ് മലക്കുകൾക്ക് മനസ്സിലായത് എന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തഫ്സീറുകൾ വിശാലമായി പറയുന്നുണ്ട്. എന്നാൽ മുഹഖിഖീങ്ങളായ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് ആ ഖലീഫ എന്ന പദത്തിൽ നിന്ന് ലഭ്യമാണ് എന്ന്. അല്ലാഹുവിന്റെ സകല അസ്മാകളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഖലീഫമാർ. അവർ മുന്തഖിമീങ്ങളായിരിക്കും, അവർ ശിക്ഷിക്കേണ്ടയിടത്ത് ശിക്ഷിക്കും, ഹാക്കിമീങ്ങളായിരിക്കും. ആ സകല അസ്മാഇനെയും പ്രതിനിധീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ അങ്ങനത്തെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതിക്രമങ്ങൾ ഉണ്ടാകും, നീതിയും അനീതിയും ഉണ്ടാകും. അപ്പോ അനീതി ഉണ്ടാകുമെന്ന് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം മറ്റെവിടെയും മലക്കുകൾ ചോദിച്ചത് പറയുന്നില്ല. അൽ ബഖറയിലെ ഖലീഫ പ്രയോഗത്തിന്റെ സ്ഥാനത്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് മലക്കുകൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്താ പോരെ? പക്ഷെ മലക്കുകൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, മനുഷ്യന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനാവശ്യമായത് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ ആദം നബിയോട് പറയുന്നത് അംബിഉഹും ബി അസ്മാഇഹിം എന്നാണ്. അവിടെ അല്ലിംഹും എന്നല്ല, അംബിഉഹും എന്നാണ്. തഅലീം വേറെയാണ്, ഇംബാ വേറെയാണ്. തഅലീം കൊണ്ട് ഉദ്ദേശിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ അടുത്ത് ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും മാ മിൻ ഷൈഇൻ ഫിൽ വുജൂദി ഇല്ലാ വഖദ് ഉസിമ ഇൻദല്ലാഹി ബിസിമ. ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും അല്ലാഹുവിന്റെ അടുത്ത് ഒരു പ്രത്യേക കോഡ് പേരുണ്ട്, ഒരു പ്രത്യേക നാമമുണ്ട്. ആ നാമം അങ്ങോട്ട് പഠിച്ചാൽ ഈ സാധനം എന്താണെന്നും ഇതിന്റെ ഉള്ളടക്കം എന്താണെന്നും ഇതിന്റെ ഉപയോഗം എന്താണെന്നും ഇതിന്റെ കൈഫിയത്ത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ചില നാമങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചുമുണ്ട്. അതിന്റെ കാറ്റലോഗ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, ഇതിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ, അതിന്റെ ഉപയോഗം എന്തൊക്കെ. ഭൂമിയിൽ ഖലീഫയാവണമെങ്കിൽ സകല വസ്തുക്കളെ സംബന്ധിച്ചും അറിഞ്ഞിരിക്കണമല്ലോ. ആ സകല വസ്തുക്കളെ സംബന്ധിച്ചും അറിയുകയും അതിന്റെ പ്രയോഗം എങ്ങനെയാണെന്ന് അറിയുകയും അതിന്റെ കൈഫിയത്തും അതിന്റെ ഉപയോഗവും അതിന്റെ ഫവായിദുകളും ഒക്കെ അറിഞ്ഞിരിക്കണം. അതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, വഅല്ലമ ആദമൽ അസ്മാഅ. മലക്കുകൾക്ക് അതിന് സാധ്യമല്ല. മലക്കുകൾ ആലമുൽ അംറുമായി ടച്ച് ചെയ്തവർ മാത്രമാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു ചെറിയ ജീവിയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വഫീഹിൻ തവൽ ആലമുൽ അക്ബറു എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ ലോകം മുഴുവനും അവനിൽ സമ്മേളിച്ചിട്ടുണ്ട്.
ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതുമായി ഇവന് മുനാസബത്ത് വേണം, ബന്ധം വേണം. ഈ ലോകത്തെ സകല വസ്തുക്കളെയും അതിന്റെ ഉപയോഗങ്ങളെയും പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ, പഠിപ്പിച്ചാൽ ആ പഠിപ്പ് ഫലിക്കണമെങ്കിൽ അതുമായി ബന്ധം വേണം. മനുഷ്യൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഐ സൂറത്തൻ വ മഅനൻ. തഫ്സീർ അബൂ സഊദ്. ഐ സൂറത്തൻ വ മഅനൻ, രൂപത്തിൽ മാത്രമല്ല അർത്ഥത്തിലും മനുഷ്യൻ പരിപൂർണമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയാത്തുകളിലൂടെ അതിലേക്കൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ചില സ്ഥലത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് ചെളിയിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്താണ് ആ പറയുന്നത്? മണ്ണും വെള്ളവും അനാസിറുൽ അർബഅ മനുഷ്യനിലുണ്ട് എന്നാണ്. ലോകത്തിന്റെ അടിസ്ഥാനം 4 ഉൻസുറുകളാണ്. പഴയകാല ശാസ്ത്രം അത് സമർത്ഥിച്ചിട്ടുണ്ട്, ഇന്നത്തെ ശാസ്ത്രവും അതിനെ എതിർക്കുന്നില്ല. അവരെന്താണ് ഈ പറയുന്നത്? ഈ 4 അനാസിറുകളും, ഈ 4 പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമാകുന്ന 4 അനാസിറുകളും മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. തീനാകുമ്പോ വെള്ളമുണ്ട്, മണ്ണുണ്ട്. മാത്രമല്ല മറ്റൊരിക്കൽ പറഞ്ഞു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ഈ ചളി കൊണ്ടുണ്ടാക്കിയത് പിന്നെ സൽസാലാവണമെങ്കിൽ കാറ്റും ചൂടും തട്ടണം. അപ്പൊ നാറും ഉണ്ട്, ഹവയും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അതിലേക്കൊക്കെ സൂചിപ്പിക്കുകയാണ്. അതാണ് വഫീഹിൻ തവാ ആലമുൻ അക്ബറു എന്ന് പറയുന്നത്. ആലമുൻ അക്ബർ അവനിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ആ സമ്മേളിച്ച മനുഷ്യനെ ഇതെല്ലാം കൂടി അറിയാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ആലമുൽ അംറാൻ. എന്നാൽ ഈ ഭൗതിക ലോകത്തെ ഈ ഘടകങ്ങൾ അനാസിറുൽ അർബഅ ഉണ്ടാകുമ്പോൾ തന്നെയും ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആലമുൽ അംറിൽപ്പെട്ട ആ ആലമുൽ അംറിൽപ്പെട്ട റൂഹും മനുഷ്യനിലുണ്ട്. എല്ലാം കൂടി അവനാണ്. അതുകൊണ്ടെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളോട് കൽപ്പിക്കുകയാണ്. എന്റെ ഖലീഫയാണ്, ഭൂമിയിലെ എന്റെ ഖലീഫയാണ്. ആ ഖലീഫയെ അനുസരിച്ചു കൊള്ളണം. ഉസ്ജുദു എന്ന് പറയുന്നത് ഒരു റംസാണ്, ഒരു ഇശാറത്താണ്. അവരെ അനുസരിച്ചു കൊള്ളണം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. സുജൂദ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സൂചന, അതൊരു അടയാളം പറയാൻ. ഈ വക ഖലീഫമാരുടെ ഖാദിമീങ്ങളായി നിലനിന്നുകൊള്ളു, അനുസരണയുള്ളവരായി നിലനിന്നുകൊള്ളണം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. ആ നിലക്ക് അവരെ അനുസരിക്കാനും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഉസ്ജുദു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ആ ചെയ്യുന്നത് എന്താണ്? എന്നിട്ടോ എല്ലാവരും സുജൂദ് ചെയ്തു. ഒരുത്തൻ സുജൂദ് ചെയ്തില്ല. എന്തായി പോയി? മൽഊനായി പോയി, ശപിക്കപ്പെട്ടു പോയി. വഅന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. യൗമുദ്ദീൻ വരെ ലഅനത്താണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് എന്നാ പിന്നെ ഖിയാമത്ത് നാളാണ്ട് കഴിഞ്ഞാൽ ഓന്റെ കാര്യം സലാമത്താവൂലെന്ന് ചോദിച്ചു. യൗമുദ്ദീന് വരെയല്ലേ? അപ്പൊ ഖിയാമത്ത് കഴിഞ്ഞാല് ആ ബഹളൊക്കെ ഉണ്ട് കഴിഞ്ഞാല് പിന്നെ അയാളെ കാര്യം രക്ഷപ്പെടില്ലേ എന്ന് വെച്ചു. ലഅനത്ത് റഹ്മത്തിന്റെ മുഖാബിലയാണ്. തൗബ സ്വീകരിക്കാത്ത കുറ്റമാണ് അള്ളാന്റെ ഖലീഫമാരെ ധിക്കരിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എന്താ ഇവിടെ ഉണ്ടായത്? ഖലീഫമാരെ ഭൂമിയിൽ നിശ്ചയിച്ചപ്പോൾ ആകാശലോകത്ത് ഹിദായത്തിൽ നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഖലീഫമാരെ ബഹുമാനിച്ചു കൊള്ളണം, അനുസരിച്ചു കൊള്ളണം. എല്ലാവരും അനുസരിച്ചു, എല്ലാവരും അത് പ്രകടമാക്കി. മലക്കുകൾക്ക് ഹിദായത്ത് നിലനിന്നു. ഒരുത്തൻ അനുസരിച്ചില്ല, അവൻ മൽഊനായി മാറി. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ മഹാന്മാരായ ഔലിയാക്കളെ ധിക്കരിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ ഞാനും അവരും തമ്മിൽ യുദ്ധത്തിലാണ്, അഥവാ തൗബയില്ലാത്ത കുറ്റമായി മാറും. അവസാനം സൂഉൽ ആഖിബത്തിന് കാരണമാകും. ഇതെത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പറയാന്നാണോ പലരും ധരിച്ചത്? ഈ വിധത്തിൽ അടിസ്ഥാനപരമായ എത്രയെത്ര തെളിവുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ് അള്ളാഹു ആദരിച്ച മഹാന്മാരെ, അള്ളാഹുവിന്റെ ഖലീഫമാരെ,
അള്ളാഹ് അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളെ എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ ഖലീഫമാരാവണമെന്നില്ല. അവർക്ക് അവരുടേതായ ജുനൂദുകൾ ഉണ്ടാകും. അവരൊക്കെയായി ബന്ധപ്പെടുകയും അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിച്ചുകൊണ്ടും നിലനിൽക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.